കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കണം എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ്. ഒരു സൈഡിൽ ശോഭാ സുരേന്ദ്രനും മറ്റേ സൈഡിൽ രമേശ് പിഷാരടി എന്നല്ലേ പറഞ്ഞു. അല്ല, ഇവർ രണ്ടുപേരും ഒരേ സൈഡിലാണ്. മറ്റേ സൈഡിലും മറച്ച സൈഡിലും അല്ല. എങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടം എന്ന ദുരന്തത്തെ പാലക്കാടുകാരുടെ തലയിലേക്ക് കെട്ടിവെച്ചത്, അതിൻ്റെ മറ്റൊരു പതിപ്പിലേക്ക് ശ്രമിക്കുന്നതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വന്ന് കോൺഗ്രസിന്റെ പിന്തുണ വേണ്ടത്ര, ലീഗിന്റെ പിന്തുണ വേണ്ടത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ലെന്ന് കണ്ടു. സ്വന്തമായിട്ട് ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പറയുന്നു ഇതാ ഇപ്പൊ BJP ജയിക്കുന്നു. അപ്പൊ ഇവരുടെ ഉത്തരവാദിത്തം എന്താ? VS-നെ പൊതുസമൂഹത്തിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചതിന് നടപടി നേരിട്ട് VS-ന്റെ ഓഫീസിലിരുന്ന് ചെയ്യരുതാത്തത് അനധികൃതമായി ചെയ്തതിൻ്റെയൊക്കെ പേരിൽ പാർട്ടി നടപടി നേരിട്ട് പുറത്താക്കിയ ആളെയാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിപ്പിക്കും. ഷാഫി പറമ്പിലില്ലാത്ത എന്ത് ദൗർബല്യമാണ് NMR റസാഖ് എന്നുള്ള പേരുകാരനുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പൊളിറ്റിക്കൽ അപജയമാണ് കോൺഗ്രസിന്റെ, മൂല്യച്യുതിയാണ്. അത് ജനങ്ങൾ മുഖത്ത് നോക്കി കോൺഗ്രസ്സുകാരോട് പറയുന്നുണ്ട്. ഷാഫി പറമ്പിലൂടെ ഇപ്പോൾ പ്രചരണത്തിനേ ഇല്ല, മുങ്ങിയെന്നാ കേട്ട്. അവിടെ മേജർ രവി എന്ന് പറയുന്ന ഒരു മേജർ ത്രെട്ട് ആരൊക്കെയുണ്ടെന്നറിയോ? കോൺഗ്രസിനുണ്ട്. ഡോക്ടർ സൈരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. പാലക്കാട് വലിയൊരു പോരാട്ടം നടക്കുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് മൂഡ്? അമൃത പാലക്കാട് വരുമ്പോൾ എന്താണ് അമൃതയ്ക്ക് ഫീൽ ചെയ്തത്? അത് തന്നെയാണ് മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരാൾ അവരുടെ ജനപ്രതിനിധിയായി വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറ്റാൻ ആകെ ഒരു മുന്നണിക്കേ കഴിയുള്ളൂ എന്നുള്ളതാണ് സ്ഥാനാർത്ഥിത്വം. ഇന്നിതാ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന മണിക്കൂറിലാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയപ്പെടുന്നവർ, അവർ രണ്ടുപേരും ഈ നാടിന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. നേരെ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട NMR റസാഖ്, അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ആളാണ്, പരിഹാരം കാണാനും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്നും ജനകീയനായി ഒരു 3 പതിറ്റാണ്ടോളം ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരാളെന്നുള്ള രീതിയിൽ ജനമനസ്സുകളിൽ ഓൾറെഡി NMR റസാഖ് എന്നുള്ള പേരുണ്ട്. അതൊരു മുന്നണിയുടെ മേൽവിലാസത്തിൽ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ജയിച്ച് കയറുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ശോഭാ സുരേന്ദ്രനാണ് ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ പിഷാരടി. മത്സരം ടൈറ്റ് അല്ലേ? അവിടെ അമൃത പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഒരു സൈഡിൽ ശോഭാ സുരേന്ദ്രനും മറ്റേ സൈഡിൽ രമേശ് പിഷാരടി എന്നല്ലേ പറഞ്ഞു. അല്ല, ഇവർ രണ്ടുപേരും ഒരേ സൈഡിലാണ്. മറ്റേ സൈഡിലും മറച്ച സൈഡിലും അല്ല. രണ്ടുപേരും ഒരേ സൈഡിൽ നിന്ന് അവർ തമ്മിലുള്ള നീക്കുപോക്കുകൾക്ക് വേണ്ടി മലമ്പുഴ സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിൽ നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുപോയി എന്ന് പറയുന്ന സഖാവ് VS-ന്റെ സഹചാരി എന്നുള്ളതാണ് അവർ പ്രയോഗിക്കുന്നത്. ഞങ്ങൾ സഹായി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ മനുഷ്യനെ എങ്ങനെയൊക്കെയാണോ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചത്, ആ ആളെ പിടിച്ചിട്ടാണ് കോൺഗ്രസ് VS-നെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചതിന് നടപടി നേരിട്ട് VS-ന്റെ ഓഫീസിലിരുന്ന് ചെയ്യരുതാത്തത് അനധികൃതമായി ചെയ്തതിൻ്റെയൊക്കെ പേരിൽ പാർട്ടി നടപടി നേരിട്ട് പുറത്താക്കിയ ആളെയാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിപ്പിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ, കൈപ്പത്തിക്ക് വോട്ട് കുറയുമ്പോൾ അത് വേറൊരാളെ പിടിച്ച് മത്സരിപ്പിച്ചത് കൊണ്ടല്ലേ എന്നുള്ള മറുപടി പറഞ്ഞ് ആ വോട്ട് C കൃഷ്ണകുമാറിന് മറിച്ചു കൊടുത്ത് ഇവിടെ BJP-യുടെ വോട്ട് പിഷാരടിക്ക് വരുത്തുക എന്നുള്ളതോ, അല്ലെങ്കിൽ നേരെ മറിച്ച് തൊട്ടപ്പുറത്ത് ഇവിടുത്തെ MP-യുടെ ഭാര്യ മത്സരിക്കുന്നുണ്ട്, എവിടെ, കോങ്ങാട് അസംബ്ലിയിൽ, അവിടെ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതോ, ഇനി കുറെ കൂടി അങ്ങട് നീങ്ങിക്കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് PK ശശി എന്ന് പറയുന്ന ഒരാൾ ചിഹ്നം കൈപ്പത്തിയാണോ സ്വതന്ത്ര ചിഹ്നമാണോ എന്ന് അറിയാതെ അപ്പോഴും കടന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതൊരു വലിയ കൊടുക്കൽ വാങ്ങൽ നെക്സസ് ആണ്. 4 അസംബ്ലികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഡീലാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഒരേ സൈഡിലാണ്. അമൃത, ജനങ്ങളുടെ സൈഡിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. അത് പാലക്കാട് അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം NMR റസാഖാണ്. ഒരു വ്യവസായിയെ നിർത്തി എന്നുള്ളത് സംബന്ധിച്ച് ഒരു വലിയ ആരോപണം, അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നുണ്ടല്ലോ. വ്യവസായി എന്നുള്ള വാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നാമത് റസാഖിനെ വിശേഷിപ്പിക്കേണ്ടത് വ്യവസായി എന്നല്ല, സംരംഭകൻ എന്നുള്ളതാണ്. NMR എന്ന് പറയുന്ന ബ്രാൻഡ് ഫസ്റ്റ് ജനറേഷൻ ബ്രാൻഡാണ്. അദ്ദേഹമാണ് അത് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പേരാണ് നൂർ മുഹമ്മദ് റാവൂത്തർ. കഴിഞ്ഞ വർഷം മരണപ്പെടുന്നത് വരെ കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് സാധാരണക്കാരായി ജീവിച്ചൊരു മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യനുമായി ബന്ധപ്പെടുത്തിയുള്ള NMR റസാഖ് എന്ന് പറയുന്ന വ്യക്തി, ഇനി അതൊരു വ്യവസായി എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ തന്നെ വ്യവസായം മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ആദായമുണ്ടാക്കുന്ന ലാഭകരമായ ഒരു ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ സാധ്യതയാണ് തെളിയുന്നത്. രുചികരമായ ഭക്ഷണം തേടി പാലക്കാടുകാരെ അലയണ്ട എന്നുള്ളതിൻ്റെ പരിഹാരമാണ് NMR റസാഖ് ഇതുവരെയും നൽകിയത്. അത്
ആഹാരത്തിനുള്ള പരിഹാരം എന്നുള്ളതിനുമപ്പുറം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ളതിൻ്റെ മേൽവിലാസം തേടിയാണ് മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ മേൽവിലാസം തേടലാണ്. അവിടെ വ്യവസായി എന്നോ സംരംഭകൻ എന്നോ മുതലാളി എന്നോ വാക്കുപയോഗിച്ചാൽ പോലും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഈ കോൺഗ്രസ് ഉന്നയിക്കുന്നത് BJPയും LDFും തമ്മിൽ ഉള്ളൊരു ഡീലെന്നാണ്. അങ്ങനെ ഒരു ഡീലുണ്ടോ? അങ്ങനെ ഒരു ഡീൽ ഇവിടെ പാലക്കാട് സാധ്യമാകുമോ? കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് റോഡ് ഷോ നടത്താൻ വേണ്ടി രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടങ്ങി എൻ്റെ അമ്മ വീട് കുഴൽമന്നത്തുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു പരാമർശമൊക്കെ നടത്തി പാലക്കാടുമായിട്ടുള്ള ബന്ധം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത നിമിഷം മുതലാണ് തിരിച്ചറിവുണ്ടായത്. ഷാഫിയുടെ നോമിനിയായി വന്നാൽ ജയിച്ചു കയറാൻ പറ്റുമെന്ന് എങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടം എന്ന ദുരന്തത്തെ പാലക്കാടുകാരുടെ തലയിലേക്ക് കെട്ടിവെച്ചത്, അതിൻ്റെ മറ്റൊരു പതിപ്പിലേക്ക് ശ്രമിക്കുന്നതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വന്ന് കോൺഗ്രസിൻ്റെ പിന്തുണ വേണ്ടത്ര, ലീഗിൻ്റെ പിന്തുണ വേണ്ടത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ലെന്ന് കണ്ടു. ആ കണ്ടതിനെ എങ്ങനെ മറികടക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേരിൽ അവർ ഉന്നയിക്കുന്ന ഈ ആരോപണം യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾക്ക് നേരെ തന്നെ അവർ വിരൽ ചൂണ്ടുന്നതിന് തുല്യമാണ്. കാരണം ഷാഫി പറമ്പിലില്ലാത്ത എന്ത് അയോഗ്യതയാണ് NMR റസാഖിനുള്ളതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഷാഫി പറമ്പിലില്ലാത്ത എന്ത് ദൗർബല്യമാണ് NMR റസാഖ് എന്നുള്ള പേരുകാരനുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഷാഫി പറമ്പിലിൻ്റെ പേരിലില്ലാത്ത ആ പ്രശ്നം എന്താണ് NMR റസാഖിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ജനങ്ങൾ തരും. ഒരു ചലച്ചിത്ര താരത്തെ നിർത്തിയാൽ പാലക്കാട് ജയിച്ചു കയറാമെന്നാണോ കോൺഗ്രസ് കരുതുന്നത്? അതിലൊരു നെഗറ്റിവിറ്റി അവിടെയും കാണേണ്ടതില്ല. നേരത്തെ ഞാൻ വ്യവസായി എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ നെഗറ്റിവിറ്റി കാണേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചലച്ചിത്ര പ്രവർത്തനം നടത്തുക, നടനാവുക എന്നുള്ളതൊക്കെ കഴിവിൻ്റെ പേരിൽ തന്നെയാണ്, മെറിറ്റിൻ്റെ പേരിൽ തന്നെയാണ്. അതിനെ വില കുറച്ച് കാണേണ്ടതില്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. BJP ഇതാ ഇപ്പം ജയിക്കും എന്ന് കഴിഞ്ഞ 3-4 ഇലക്ഷനുകളിലായി പറഞ്ഞ് പേടിപ്പിച്ച് 3 തവണ ഷാഫി പറമ്പിലും 1 തവണ രാഹുൽ മാങ്കൂട്ടത്തിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന് പറയുന്ന തട്ടിപ്പ് വിദ്യയ്ക്ക് വേണ്ടി BJP ഇതാ ഇപ്പം ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴും ഇവർ പറയുന്നത് എന്താ? BJP ഇതാ ഇപ്പം ജയിക്കുന്ന. എങ്ങനെ? സ്വന്തമായിട്ട് ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പറയുന്നു ഇതാ ഇപ്പം BJP ജയിക്കുന്നു. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം എന്താ? ഉദ്ദേശം എന്താ? ഇവരുദ്ദേശിക്കുന്നത് ഈ പേടി ഇങ്ങനെ എല്ലാ കാലത്തും പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് വാങ്ങാമെന്നാണ്. അത്തരമൊരു മണ്ഡലത്തിലേക്ക് കേവലം സിനിമ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഫാൻഫയർ ഉള്ള ഒരാളെ കൊണ്ടുവന്നത് പൊളിറ്റിക്കൽ അപജയമാണ്, കോൺഗ്രസിൻ്റെ മൂല്യച്യുതിയാണ്. അത് ജനങ്ങൾ മുഖത്ത് നോക്കി കോൺഗ്രസ്സുകാരോട് പറയുന്നുണ്ട്. ഷാഫി പറമ്പിലൂടെ ഇപ്പോൾ പ്രചരണത്തിനേ ഇല്ല, മുങ്ങിയെന്നാ കേട്ട്. പാവം ശ്രീകണ്ഠൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിപ്പിച്ചോ, സ്ഥാനാർത്ഥി പാലക്കാട്, ഞാൻ വടകരക്കാരനാണെന്നും പറഞ്ഞ് ആൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ തോൽവി മണക്കുമ്പോൾ നടക്കുന്ന പ്രചരണമാണിത്. അദ്ദേഹത്തിൻ്റെ സിനിമാ മേൽവിലാസം ഒരു അയോഗ്യതയല്ല. പക്ഷേ പാലക്കാട് പോലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന BJP ഇതാ ഇപ്പം ജയിക്കുമെന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്ന മണ്ഡലത്തിൽ ഇമാതിരി തോന്നിവാസം കാണിച്ചതിനെ ജനങ്ങൾ എതിർക്കുന്നുണ്ട്. PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകുമോ? അവിടെ മേജർ രവി എന്ന് പറയുന്ന ഒരു മേജർ ത്രെട്ട് ആരൊക്കെയുണ്ടെന്നറിയോ? കോൺഗ്രസിനുണ്ട്. ഒറ്റപ്പാലം അസംബ്ലിയിൽ 3-ാം സ്ഥാനത്തേക്ക്, ഗതികെട്ട 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസും PK ശശിയും വീണു പോവുകയാണ്. CPM എന്നുള്ള 3 അക്ഷരമുള്ളപ്പോഴാണ് PKS എന്നുള്ള 3 അക്ഷരത്തിന് വിലയുള്ളൂ. CPM എന്ന 3 അക്ഷരം ഇല്ലാതെയാവുമ്പോൾ അയാൾ വെറും ശശി മാത്രമാണ്. അത് വളരെ ദുഃഖത്തോടെ വിനയത്തോടെ സ്വീകരിക്കാൻ 17 ദിവസം കഴിയുമ്പോൾ ശശി തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമാണ് ശശിയുടെ നിയോഗം. കോൺഗ്രസ്സുകാർ കാലുവാരും അവിടെ, ലീഗുകാർ കാലുവാരും. ജനങ്ങൾക്ക് അവിടെ താല്പര്യമില്ല. ഈ ധാർഷ്ട്യം ധിക്കാരമൊക്കെ പറയുന്ന ഒരാളെ ഒരുമാതിരി മാടമ്പി സ്വഭാവമായി കൊണ്ട് നടന്ന് ഞാൻ 5 വർഷം ഷൊർണൂരിന് വേണ്ടി എന്താ ചെയ്ത് എന്നുള്ളതൊക്കെ ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ജനങ്ങൾ ചോദിക്കും. ആ 5 വർഷം ഷൊർണൂരിന് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായി MLA ആയി എന്ന് പറയപ്പെടുന്ന അയാൾ ഷൊർണൂരിൽ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം നിന്ന ഒരാളാണ്, അല്ലാതെ സ്വന്തം കഴിവുകൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്നൊന്നും അല്ല. അപ്പോൾ അതൊന്നും ഇവിടേക്ക് ആരും എഴുന്നള്ളിച്ച് കൊണ്ടുവരേണ്ട. ഗതികെട്ട 3-ാം സ്ഥാനത്താണ് PK ശശി എന്ന് പറയുന്ന വെറും ശശി ഒറ്റപ്പാലത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ ആകാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സരിൻ മത്സരിക്കുമ്പോഴാണ് LDFന് കുറച്ചുകൂടി വോട്ട് ഇവിടെ ഉയർത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തവണയും സരിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ? എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എൻ്റെ പാർട്ടിക്ക് കൃത്യമായി അറിയാം എന്താണ് ഇവിടുത്തെ സാധ്യതകൾ എന്നുള്ളത്. അതിലേക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എങ്ങനെ കണ്ടെത്തണം എന്നുള്ള കൂട്ടുത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നത്. അവിടെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധമാണ് ഞാൻ അടക്കമുള്ള ഇവിടുത്തെ പ്രവർത്തകർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ NMR റസാഖ് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് വോട്ട് കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം. 45,000-നും 50,000-നും ഇടയ്ക്കുള്ള ഒരു വോട്ട് ലഭിച്ചാൽ
ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി 37,000 ചില്ലുവാനം വോട്ടായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ. അതിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആയപ്പോൾ 43,000 ചില്ലുവാനമായിട്ടുണ്ട്. അത് 48,000 എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. NM റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾ അതുകൊണ്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെ വിജയം പാലക്കാട് പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. മത്സരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കണം എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരുന്നു അന്നത്തെ പാർട്ടി സംവിധാനത്തിൽ നിന്നിരുന്ന സ്ഥലത്ത് പറഞ്ഞത്. ആ വില കൊടുത്തില്ലേ? 8 മാസം കൊണ്ട് കേരളം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വന്നില്ലേ? അത് കോൺഗ്രസിൻ്റെ മേൽവിലാസം പോലും ഇല്ലാതെ അലയുന്നുണ്ടല്ലോ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ, സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിന് പോകാൻ പറ്റുന്നുണ്ടോ, സിറ്റിംഗ് MLA ആയിട്ട് ഇവിടെ മത്സരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഗതികേടിലേക്ക് ആ പാർട്ടിയും ആ നിർത്തിയ സ്ഥാനാർത്ഥിയും എത്തിച്ചേരും എന്ന് തന്നെയായിരുന്നു വളരെ കൃത്യമായി ഞാൻ അന്ന് അവിടെ പറഞ്ഞതല്ല. അത് എന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കണം എന്നല്ല, അതിൻ്റെ വിവക്ഷ അങ്ങനെയായി പോയതാണ്. കാരണം സാഹചര്യം അങ്ങനെയായി പോയി. അപ്പോൾ ഞാൻ ആ റിബലായതോടുകൂടി, ഞാൻ ആ വിമത ശബ്ദം ഉയർത്തിയതോടുകൂടി പിന്നെ ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് പറ്റൂ. അങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷത്തിനോട് ഒരിടം എന്നുള്ളത് ചോദിച്ചത്. അത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുകയാണ് ഇടതുപക്ഷത്തിൽ ചെയ്തത്. അതുകൊണ്ട് മണിക്കൂറുകൾക്കകം ഇവിടുന്ന് മാറി അവിടെ സ്ഥാനാർത്ഥിയായി എന്നുള്ള ലേബൽ എൻ്റെ തലയിൽ വന്നു എന്നുള്ളത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും കോൺഗ്രസ് പഠിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഒരു കാലത്തും പഠിക്കില്ല. അതായത് മെയ് 4-നാണ് കോൺഗ്രസിന് അതിൻ്റെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. എന്തായിരുന്നു ശരി, യഥാർത്ഥത്തിൽ എന്ത് മാത്രമാണ് ശരി എന്നുള്ളത് ജനങ്ങളുടെ 140 മണ്ഡലങ്ങളിലെയും വിധിയെഴുത്ത് കഴിഞ്ഞ് മറ്റാരും LDF അല്ലാതെ എന്ന് കേരളം ഏറ്റുപറയുന്ന മെയ് 4-ന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പറഞ്ഞല്ലോ, അന്ന് ഇദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ചൊക്കെ സരിന് അറിയുമായിരുന്നു? അതിനെക്കുറിച്ച് റിപ്പോർട്ട് സൂചിപ്പിച്ചത് അത് തന്നെയാണല്ലോ. സ്വഭാവ വൈശിഷ്ട്യങ്ങളായിട്ടാണ് അത് ആ പാർട്ടി കണ്ടിരുന്നത്, വൈകൃതങ്ങളായിട്ടല്ല. അതൊക്കെ എന്തോ കേമത്തരമാണത്രേ. സ്വന്തം പാർട്ടിയിലുള്ള സഹോദരങ്ങളെ, പാർട്ടി കൊളീഗ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സ്ത്രീകളെയൊക്കെ എന്ത് കണ്ണുകൊണ്ടായിരുന്നു കണ്ടത് എന്നുള്ളതിൻ്റെ എത്ര പരാതികൾ, നാട്ടുകാരുടെ പരാതികൾ പോട്ടെ, പാർട്ടിക്കകത്ത പരാതികൾ, അത് ഒക്കെ ഈ മെയ് 4 കഴിയുമ്പോൾ തെളിവ് സഹിതം എന്ന് മുതൽ രാഹുലിനെതിരെയുള്ള പരാതികൾ കോൺഗ്രസിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്ന, കാരണം 4-ാം തീയതി കൂടി മിക്കവാറും അതും പോയി കിട്ടും. ആ ഇരുന്ന ആളുടെ വനവാസത്തിന് പോവുകയാണെന്നാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടുപോകാൻ പറ്റില്ല. ആ വ്യക്തി അടക്കം, അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അടക്കം, അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിലിനടക്കം ആ പരാതികൾ കിട്ടിയതിൻ്റെ തെളിവുകളൊക്കെ മെയ് 4 കഴിയുമ്പോൾ നമുക്ക് പുറത്തുവിടാം. സരിനെതിരെ ഇപ്പൊ കുറെ ട്രോളുകളും വരുന്നുണ്ട്. സന്ദീപ് ആസ്വദിക്കുന്നുണ്ട്. സീറ്റ് കിട്ടി, സരിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സീറ്റുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കസേരയിൽ നിന്ന് എണീറ്റ് വന്നിട്ടാണ് അമൃതയ്ക്ക് ഈ ഇൻ്റർവ്യൂ തരുന്നത് അല്ലേ. സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സങ്കല്പത്തിൽ എന്താണെന്നറിയോ? ജനങ്ങളുടെ മേൽ അവനവൻ്റെ അധികാരം കാണിക്കാനുള്ള എന്തോ ഒരു പദവി എന്നാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല എന്നാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശയം. 140 സ്ഥലങ്ങളിലും ഈ ആശയത്തെ പ്രതിനിധീകരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ മത്സരിക്കുകയാണ്. ഈ സീറ്റെന്നും ലിസ്റ്റെന്നും പട്ടിക എന്നും ഒന്നുമല്ല ഞങ്ങളുടെ പ്രയോഗം പോലും. അത് ആ ഒരു ഉത്തരവാദിത്തമാണ്, ആ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കപ്പെടാൻ 140 പേരാണ് 140 അസംബ്ലികൾ നിയോഗിക്കപ്പെടുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യം, സീറ്റ് കിട്ടിയ സന്ദീപ് വാര്യർ എന്താവും നമുക്ക് തൃക്കരിപ്പൂര് നോക്കാം. സീറ്റ് കിട്ടിയ 140 പേര് കേരളത്തിൽ എന്താവും എന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് വിലയിരുത്തിക്കോട്ടെ.